എൻ്റെ പേര് മുജീബ്. എൻ്റെ ചോദ്യം, ഇവിടെ കേരളത്തിൽ ഔദ്യോഗികമായി പ്രവർത്തിക്കുന്ന 2 വിഭാഗം മുജാഹിദുകളുണ്ട്. ഇതിൽ സാധാരണക്കാരന് വേണ്ടിയിട്ട് ഇതിൽ സത്യത്തിൽ KNM-ഉം വിസ്റ്റവും ഒരേ ആദർശം തന്നെയാണോ എന്നാണ് എൻ്റെ ചോദ്യം. അതുപോലെ തന്നെ ഷഹർ മുബാറക്കുമായി ബന്ധപ്പെട്ടുള്ള എൻ്റെ ചോദ്യം, ഷഹർ മുബാറക്ക് അഥവാ കാന്തപുരത്തിൻ്റെ കയ്യിലുള്ള ഷഹർ മുബാറക്ക് അത് ഒറിജിനൽ ആണെങ്കിൽ, അതിൻ്റെ സിഹത്തിനെ പറ്റി എനിക്കറിയില്ല, ഒറിജിനൽ ആണെങ്കിൽ ഇന്ന് വിമർശിക്കുന്ന ഈ വിമർശകരൊക്കെയും നിബിതങ്ങളെ വിമർശിച്ച വിമർശകരായി മാറില്ലേ? അതുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കുന്ന നിസ്കാരം നോമ്പ് മറ്റുള്ളതെല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെടുകയില്ല എന്നാണ് എൻ്റെ ചോദ്യം. 2 ചോദ്യമാണ്. അപ്പോൾ സഹോദരങ്ങളെ, 2 ചോദ്യങ്ങളാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടത്. ഒന്ന്, ഇവിടെ 2 വിഭാഗങ്ങളായി പ്രവർത്തിക്കുന്ന സംഘങ്ങൾ, സലഫി സംഘങ്ങൾ, അത് ആദർശ വ്യത്യാസം ഉണ്ടോ എന്നുള്ളതാണ് പ്രഥമമായ ചോദ്യം. അത് സരളമായി തന്നെ മറുപടി കണ്ടെത്താൻ കഴിയുന്ന കാര്യമാണ്. 2 ആദർശമുള്ളത് കൊണ്ട് തന്നെയാണ് 2ആയി പ്രവർത്തിക്കുന്നത്. ഒറ്റ ആദർശമാണെങ്കിൽ 1ആയി പ്രവർത്തിക്കും. നേരെ മറിച്ച് 2ആയി പ്രവർത്തിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് ഏർപ്പെടുത്തിയ ഒരു സംവിധാനമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഏക ഉമ്മത്തായി അള്ളാഹു ലോകത്തിന് വഴി കാണിച്ച് സമർപ്പിച്ച ഒരു സമൂഹമാണ് ഇത്. പക്ഷെ അവർക്കിടയിൽ ഇഖ്തിലാഫുകൾ, വിശ്വാസപരമായ ഇഖ്തിലാഫുകൾ ഉണ്ടായപ്പോഴാണ് ഇക്കാണുന്ന മാനവ സമൂഹം മുഴുവൻ ഭിന്നിച്ചു പോയത്. അത് ലോകത്ത് മനുഷ്യ കുലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അനുസ്യൂതം ഇനിയും നടക്കുന്ന ഒരു സംവിധാനമാണ് എന്നാണ്. ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും ഒന്നിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സാധ്യമല്ല എന്നാണ് ഖുർആൻ പ്രഖ്യാപിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് തന്നെ പറഞ്ഞ ഒരു വാചകം വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. വലൗ ശിഅ്നാ ലആതൈനാ കുല്ല നഫ്സിൻ ഹുദാഹാ. നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ എല്ലാവരെയും ഒറ്റ ഗ്രൂപ്പാക്കി ആദം മക്കൾ മുഴുവൻ ഒന്നായി ഇവിടെ ജീവിക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. വിശ്വാസ വൈകല്യങ്ങൾ ആളുകൾക്കിടയിലേക്ക് കടന്നു വരും. ഒന്ന് ഹക്കിൻ്റെ പാർട്ടിയാകും, ഒന്ന് ബാത്തിലിൻ്റെ പാർട്ടിയാകും. സ്വാഭാവികമായും നിങ്ങളിവിടെ ചോദിച്ച കക്ഷികളെ സംബന്ധിച്ചിടത്തോളം അത് അടിസ്ഥാനപരമായ അഖീദപരമായ വിഷയത്തിൽ തന്നെ നിരവധി വൈരുദ്ധ്യങ്ങളും വൈജാത്യങ്ങളും നിലനിർത്തുന്ന ഒരു പ്രസ്ഥാനമാണ് എന്നുള്ളത് വളരെ ലളിതമായി സൂചിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. പിന്നെ രണ്ടാമത് ചോദിച്ച ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത് എന്ന രൂപത്തിൽ ഉറപ്പിക്കാൻ കഴിയുന്ന ഒന്ന് ഈ സനദ് ഇതിനുണ്ടായിരുന്നെങ്കിൽ, അതാണ് ഇതിന് സനദ് ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, അങ്ങനൊന്നില്ല. അതൊരു സാങ്കല്പിക ചോദ്യമാണ്. അങ്ങനൊന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതൊരിക്കലും അവർക്ക് സമർത്ഥിക്കാൻ കഴിയില്ല. അത് ഇതുമാത്രമല്ല, ഇന്ന് ലോകത്തുണ്ട് എന്ന് പറയപ്പെടുന്ന ഒന്നിനും, ഇന്ന് ലോകത്തുണ്ട് എന്ന് പറയുന്ന പ്രവാചകൻ്റേതായ കേശം എന്ന രൂപത്തിൽ അവതരിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഫളലാത്ത് എന്ന രൂപത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന സംഗതികൾ, ആ സംഗതികളെ സംബന്ധിച്ചിടത്തോളം ഒന്നിനും അത് സ്ഥിരപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു സനദ് സമർത്ഥിക്കുവാൻ കഴിയില്ല എന്നുള്ളത് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ്. ഇത് വളരെ കൃത്യമായി സലഫികളായ ആളുകൾ വ്യക്തമായി പഠിച്ച് ബോധ്യപ്പെട്ട കാര്യമാണ്. ബോധ്യപ്പെട്ടു എന്ന് മാത്രമല്ല, ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ രേഖപ്പെടുത്തുകയും അത് സമൂഹത്തോട് തുറന്നു പറയുകയും ചെയ്തതാണ്. അത് ഈ വിഷയം പഠിക്കാനിറങ്ങിയ മുഴുവൻ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാവുന്ന സംഗതിയുമാണ്. വനഹ്നു നഅലമു അന്ന ആഥാറഹു മിൻ സിയാബിൻ ഔ ശഅരിൻ ഔ ഫളലാത്തിൻ ഖദ് ഫുഖിദത്. മുഹമ്മദുർ റസൂലുള്ളാഹിയുടേതായി പറയപ്പെടുന്ന പ്രവാചകന്റെ വസ്ത്രം അല്ലെങ്കിൽ പ്രവാചകന്റെ മുടി, ഈ രൂപത്തിലുള്ള പ്രവാചക തിരുശേഷിപ്പുകൾ, അത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. വലൈസ ബി ഇംകാനി അഹദിൻ ഇസ്ബാത്ത് വുജൂദി ഷൈഇൻ മിൻഹാ അലാ വജ്ഹിൽ ഖത്ഇ വൽ യഖീൻ. ഖണ്ഡിതമായി റസൂലുള്ളാഹിയുടേതാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ഒന്നും തന്നെ റസൂലുള്ളാഹിയുടെ ഈ ഫളലാത്തുകൾ, പ്രവാചകന്റെ തിയാബ് അല്ലെങ്കിൽ പ്രവാചകന്റെ ശഅർ എന്ന രൂപത്തിൽ അവശേഷിക്കുന്നില്ല എന്നുള്ളത് വളരെ കൃത്യമായി പഠിപ്പിക്കപ്പെട്ട കാര്യമായതുകൊണ്ട് തന്നെ അബൂബക്കർ മുസ്ലിയാരുടെ ഈ മുടിയുടെ വിഷയത്തിൽ അത് എടുക്കേണ്ടി വരുമോ എടുക്കേണ്ടി വരില്ലേ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് വ്യാജമാണ്, അത് എടുക്കേണ്ടതില്ല. നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുശേഷിപ്പുകൾ, ആ തിരുശേഷിപ്പുകളെ സംബന്ധിച്ച് മുജാഹിദുകളുടെ നിലപാട് എന്താണ് എന്ന് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ എഴുതിയ തൗഹീദ് ഒരു സമഗ്ര പഠനം എന്നൊരു പുസ്തകമുണ്ട്. എ പി കാരനായതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് നമ്മൾ നിർദ്ദേശിക്കുന്നത്. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ എഴുതിയ തൗഹീദ് ഒരു സമഗ്ര പഠനം എന്ന പുസ്തകം, ആ പുസ്തകം ഒന്ന് തുറന്നു നോക്കിയാൽ മതി. മാത്രമല്ല, അതിപ്പോൾ പരിഷ്കരിച്ച് അദ്ദേഹത്തിൻ്റെ മരുമകൻ ഒന്നുകൂടി വിശാലാക്കി അതിൻ്റെ പുതിയ പതിപ്പ് ഇറക്കിയിട്ടുണ്ട്. അതും ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അതിൽ വളരെ കൃത്യമാണ്. ഇനി
അതുകൊണ്ടും തൃപ്തിയായിട്ടില്ല എങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നുകൂടി നിങ്ങൾ നോക്കണം. അത് എന്താണെന്ന് ചോദിച്ചാൽ അത്തൗഹീദുൽ മുസ്തഖീം എന്ന് പറഞ്ഞിട്ട് മുജാഹിദ് പ്രസ്ഥാനം പുറത്തിറക്കിയൊരു പുസ്തകമുണ്ട്. ബഹുമാന്യരായ പണ്ഡിതന്മാർ എഴുതിയ അത്തൗഹീദുൽ മുസ്തഖീം എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ആമയൂർക്കാരനായ നമുക്കെല്ലാവർക്കും സുപരിതനായ അലി അക്ബർ മൗലവിയും അബ്ദുസ്സലാം സുല്ലമിയും സംയുക്തമായി എഴുതിയ അത്തൗഹീദുൽ മുസ്തഖീം. ആ പുസ്തകത്തിനാണ് ആദ്യം നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ മറുപടി എഴുതിയത്. അവിടെ തബറുഖ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അത് വായിച്ചു നോക്കിയാൽ പ്രശ്നം തീരും. ഇനി അത് പോരെങ്കിൽ സി പി ഉമർ സുല്ലമി അദ്ദേഹം തൗഹീദ് സമഗ്ര പഠനം എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ പേജ് കീറിയ ബുക്കും കിട്ടും, കീറാത്ത ബുക്കും കിട്ടും. അപ്പോൾ പേജ് കീറാത്ത ബുക്ക് കിട്ടിയാൽ ആ ബുക്ക് നോക്കിയാൽ അതിലും ഈ വിഷയം സമഗ്രമായി സംസാരിക്കുന്നത് ഈ വിഷയത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നിലപാടെന്താണ് എന്ന് കാണാൻ കഴിയും. ആ നിലപാടെന്താണെന്ന് ചോദിച്ചാൽ ഇനി ഒന്നുകൂടി ആധികാരികമായി പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ സലാം സുല്ലമിയുടെ തൗഹീദ് ഒരു സമഗ്ര പഠനം വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ, സി പി ഉമർ സുല്ലമിയുടെ തൗഹീദ് സമഗ്ര പഠനം എന്ന ബുക്ക് വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല എങ്കിൽ, നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ ഈ തൗഹീദ് വിഷയത്തിൽ മുജാഹിദുകൾക്ക് മറുപടി എഴുതിയ പുസ്തകം വായിച്ചിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ, ഈ വിഷയത്തിലെ നിലപാട് അസ്വഹാബതു ബഅദ ബൗതിഹി ലം യഖഅ മിൻ അഹദിൻ മിൻഹും ശൈഉൻ മിൻ ദാലിക ബിന്നിസ്ബതി ഇലാ من خلفه إذا لم يترك النبي صلى الله عليه وسلم بعده في الأمة أفضل من أبي بكر الصديق فهو كان خليفته ولم يفعل به شيء من ذلك ولا عمر ولا كان أفضل الأمة بعده ثم كذلك عثمان ثم علي ثم سائر الصحابة الذي لا أحد أفضل منهم في الأمة ثم لم يثبت لواحد منهم من طريق صحيح معروف أن متبركا تبرك به على أحد تلك الوجوه أو نحوها بل اقتصروا في شأنهم على اقتداء بهم في الأفعال والأقوال والسير التي اتبعوا فيها النبي صلى الله عليه وسلم فهو إذن إجماع منهم على ترك تلك الأشياء. സ്ഥിരപ്പെട്ട റസൂലുള്ളയുടെ ഫളലാത്ത് എന്ന നിലക്ക് സ്ഥിരപ്പെട്ടതുകൊണ്ട് സ്വഹാബത്ത് തബറുക്ക് എടുത്തു, സ്വഹാബത്ത് അത് സ്വീകരിച്ചു. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിനു ശേഷം, പ്രവാചകന്റെ വഫാത്തിന് ശേഷം അസ്വഹാബത്തു ബഅദ മൗതിഹി ലം യഖഅ മിൻ അഹദിൻ മിൻഹും ശൈഉൻ മിൻ ദാലിക ബിന്നിസ്ബതി ഇലാ മൻ ഖൽഫഹു. പ്രവാചകന്റെ കാലശേഷം വന്ന ഒരാളിലേക്കും ചേർത്തി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വന്നു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വന്നു. അങ്ങനെ പല ആളുകളും വന്നു. അത്തരം ആളുകളിലേക്കൊന്നും ചേർത്തി തബറുക്ക് എടുക്കുന്ന സമ്പ്രദായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൽ ഉണ്ടായിട്ടില്ല. നേരെ മറിച്ച് ഫഹുവ ഇദൻ ഇജ്മാഉം മിൻഹും അലാ തർക്കി തിൽക്കൽ അഷ്യാ. നേരെ മറിച്ച് റസൂലുള്ളാഹിക്ക് പ്രത്യേകമായ പ്രവാചകന്റെ ഹുസൂസിയത്തിൽപ്പെട്ട ഈ കാര്യം മറ്റൊരാൾക്കും വകവെച്ചു കൊടുക്കാതെ റസൂലുള്ളാഹിൽ മാത്രം അത് മുഖ്തസാക്കി എന്നുള്ളത് സഹാബത്തിന്റെ ഇജ്മാ ആണ്. ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചകന്റെ സ്വഹാബത്ത് റസൂലുള്ളാഹിൽ നിന്ന് കിട്ടിയ ഫളലാത്തുകൾ കൊണ്ട് തബറുക്ക് എടുത്തിട്ടുണ്ട്. അത് അംഗീകരിക്കുന്നവരാണ് സലഫികൾ. അതിന് തെളിവുകളാണ് സലാം സുല്ലമി തൗഹീദ് ഒരു സമഗ്ര പഠനം വായിക്കാം, സി പി ഉമർ സുല്ലമി എഴുതിയ തൗഹീദ് സമഗ്ര പഠനം വായിക്കാം, അലി അക്ബർ മൗലവിയും സലാം സുല്ലമിയും സംയുക്തമായി എഴുതിയ അത്തൗഹീദുൽ മുസ്തഖീം വായിക്കാം. എന്നിട്ടും വായിച്ചിട്ട് മനസ്സിലായില്ല എങ്കിൽ ആ പുസ്തകത്തെ നിരൂപണം ചെയ്ത് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ എഴുതിയ തൗഹീദ് ഒരു സമഗ്ര പഠനം വായിച്ചാലും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആ വിഷയത്തിലെ നിലപാട് നിങ്ങൾക്ക് മനസ്സിലാകും എന്നാണ് തെളിവ് സഹിതം സൂചിപ്പിക്കാനുള്ളത്.